വൈറസ് ബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു. 218 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ലോകാരോഗ്യ സംഘടന നാളെ ജനീവയിൽ അടിയന്തര യോഗം ചേരും. അത്രക്ക് അച്ഛനൊക്കെ അവിടെ മിണ്ടല്ലേ. എന്താടി പെണ്ണേ, എന്തുട്ട് നിന്റെ പ്രശ്നം? കാണാൻ വന്നിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് ഇതുവരെ നീ എന്നെ കല്യാണം വിളിച്ചോ? അതാണിപ്പോ പ്രശ്നം. എടി, എല്ലാരെയും വിളിക്കണ പോലെ മെനക്കെട്ട രീതിയിലല്ല എൻ്റെ ഇൻവിറ്റേഷൻ. അതിങ്ങനെ പ്രത്യേക രീതിയിൽ സ്പെഷ്യലാ. എന്തിരി മരുന്ന് വെച്ചിട്ടുണ്ടാ? ഞാനേ എടുത്ത് കളയാൻ മറന്നുപോയി. എന്തുട്ടാ ഗൾഫിലുള്ളത്? ഒരു കുണ്ടിയില്ല. ഞാൻ ഈ ഗൾഫൊക്കെ നിർത്തി. നമ്മുടെ ഈ നാടും ഈ പാടവും ഈ കുളമൊക്കെ എങ്ങനെയാ പോവാ? അമ്പലക്കുളമാണോ? അല്ലാതെ ഭാര്യ സംശയമുണ്ടല്ല. അതെന്താ സുമേഷ് നീ അങ്ങനെ പറഞ്ഞേ? അല്ലടിയാ, ഒരു തമാശ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞ ഒഴിച്ചേ? ഒഴിക്ക്. തീർത്തോ? ഒരു വരെ ബാക്കിയില്ലേ? ഒരു വരെ അത്രേ ഉള്ളൂ. ഞാൻ ക്ലാസ് ഉണ്ടെന്നേ. പിടിച്ചേ, നാളെ കൊറേ പണിയില്ല. കളയുന്നത് തെറിക്കട്ടെ. വെള്ളം ഒഴിക്കില്ലേ? വേണ്ട. എന്റെ ദവാമാരെ, എന്റെ ഔട്ടത്തൂരപ്പാ, ഇന്ന് രാത്രിയോടുകൂടി 32 ഫുള്ളും പൊട്ടി തീരുമല്ലോ. എന്റെ അമ്മയ്ക്ക് ഔട്ടസൂന്യോ ഇവനെന്തിന് ഇത്ര നേരത്തെ വന്നേ? സുമേ, പുറത്തേക്ക് കൊടുത്തേക്ക്. ആരിത്? കൗട്ടസുനിയാ? നീ എന്താ വൈകിയേ? ഒന്ന് പോയടാ അവിടുന്ന്. ഒരു ചെറുതടിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ തത്തി കളിച്ചിരിക്കാതെ ഈ സാധനങ്ങൾ കൊടുത്ത് പോകില്ലോട്ടെ. ആരോട് നമുക്കൊരു ചെറുതടിച്ചാ നമുക്ക് നേര് തീർന്ന് കാണാം. ആ ബോർഡ് വന്നിരുന്നു. ബോർഡ് വന്നു. സാമ്പാറാ നീ വന്നേ. പിന്നെ വിളിക്കാം. പുറകിലുണ്ട്. നീ കുളിക്കണില്ലേ? പണികൾ കഴിയണ്ടേ? നീ കല്യാണത്തിന് പോയിണ്ടായിരുന്നു. പരിപാടിയൊക്കെ നിർത്തി നോക്കി പോട്ടാ. ഷെഡവിനെ ഈ കുപ്പിയൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കണേ? വെള്ളം കലക്കള്ളല്ലേ? എനിക്കൊന്നും വേണ്ട. മറ്റേ സാധനം എവിടെ ഇരിക്കണേ? ആവോ, എനിക്കൊന്നറിയില്ല. ആരുടെ സൈഡാ? സുമേഷ് എന്റെ റൈറ്റാ. അമ്മ അമ്മ അടി ജോഡിയുള്ള രണ്ടാളോ? മാങ്കറി നോക്കിയോ? എടാ വിനോ, സമയം ഒരുപാടായിട്ടാ. ചെറുതടിച്ച ചാറി ചാറി നിക്കാ. എടാ ചാറാറായിട്ടില്ല. ചാറാറാകുമ്പോ പറയാം. ഈ ഒരു കാര്യം ചെയ്തേ, മാറി ഈ കുമ്പളങ്ങ പോയി നരിഞ്ഞു. ഞാനാ ശരി പോ. എടാ ഇവനെന്താ ഇങ്ങനെ ഭ്രാന്ത്?
കുമ്പളങ്ങ കിട്ടേ എനിക്ക് നാത്തങ്ങടാ ചെറുതടിക്കണ്ടേ ആ സുനിയെ കുമ്പളെങ്കിലാണല്ലോ പിടുത്തം. സൈക്കോഷമി ഇപ്പൊ മുറിഞ്ഞാക്കായാലേ വലിയ തമാശക്കാരനാ ഇതൊന്ന്. അല്ല ഷോമി ചേട്ടാ, ആ ചേട്ടൻ എന്തിനാ സൈക്കോ ഷോമി എന്ന് വിളിച്ചേ? അയ്യോ, സൈക്കോ ഷോമി എന്നല്ല, സൈക്കിൾ ഷോമി എന്നാ. ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന പേരാ. അത് കാര്യമാക്കണ്ട. ആണോ? കഴിച്ചിട്ട് പോകാൻ കേട്ടോ. എന്താ താമസിച്ചേ? ഒരുങ്ങാൻ വൈകി. എങ്ങനെ നടന്നു? വാ, ആ സാരി നിങ്ങൾ നേരത്തെ വന്നാ? ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഡിഗ്രികളൊക്കെ എന്തേ? അവരൊക്കെ പറയുന്നുണ്ട്. മോളുടെ കല്യാണക്കാരൊക്കെ എന്തായി? കല്യാണം അതെ, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. നീ എപ്പോഴാ പോണേ? ഇതെത്ര പവനാ? നിന്നെ ഇങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുവന്നു. ആര് കാണും? കുമ്പളങ്ങ എറിഞ്ഞു കഴിഞ്ഞാ എന്താണ് ബഹളം? അതാ പാപ്പ വന്നാണ്, ആളടിച്ച് കിണ്ടിയാണ്. ഒരു ചെറുതടിക്കണ്ടേ? ആ, നീ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ ഇങ്ങടെ എത്തിക്കാം. ഇവിടെ തന്നെ നീ എപ്പോഴാണ്? എന്താ പാപ്പാ എന്നോടല്ലേ പറഞ്ഞ് ദവാൻ പൊട്ടിക്കടാ. ദേവരണവൻ പാപ്പന്റെ മുത്തടനിയെ പാപ്പന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടടാ. പാപ്പാ കുപ്പി പൊട്ടിച്ചില്ല പാപ്പാ. എന്തോട്ട് കോപ്പാ പിന്നെ നീ പറഞ്ഞേ? ഇന്നേരായിട്ടും കുപ്പി പൊടിക്കില്ലാന്നോ? അതിന് സമയം ആവണുള്ളൂ പാപ്പാ. എന്തോട്ട് സമയടാ? പാപ്പ ഒരു 5 മിനിറ്റ്. സുമേഷ് നീ പറമ്പിൽ കണ്ട് ടേബിൾ സെറ്റ് ചെയ്തു. പാപ്പനോട് വിളിച്ചു. അത് മര്യാദ. കോച്ചും കൂച്ചും ഒന്നും വേണ്ടടാ. ദവാല്ലേ കറണ്ട് പോയില്ലോ. പാപ്പന് കറണ്ട് വന്നിട്ട് പോരെ? കറണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ട കൊടുക്ക്. നീ ഇപ്പൊ പോയി ദവാ എടുക്ക്. സാമ്പാറേ ആ വരുന്നു ശുക്രേ. അടിച്ചടിച്ചോ, വലിച്ചടിച്ചോ. ചോ എന്താണ്? ശുക്രേ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കിണറ്റി വീണോ? എന്തമ്മേ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട് അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം കൊണ്ട് പോട്ടടി. ചെക്കൻ 24 മണിക്കൂറും കൂടിയാ. അയ്യോ എനിക്ക് അച്ഛനില്ലാതെ പാടുപെട്ട് വളർത്തിയിട്ട് അമ്മ എന്നോട് തന്നെ ഇത് ചെയ്തല്ലോ. അമ്മ ചെയ്തല്ലോ. പ്രിയപ്പെട്ട വിനോ, ഞാൻ കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണത് മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ചത് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് കുത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയാ. റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ, ബൈ ബൈ, ഉമ്മട്ടാ.
ശുക്രെ എന്താ ചെയ്യോ നോക്കല്ലാതെ എന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പ്രോ എങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ, ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. മോനെ അളിയാ, വാ മോനെ, നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം? പാപ്പാ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി. ഇനി എന്തോട്ട് ആലോചിക്കാനാ? നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്നൊന്ന് പൊട്ടിക്ക്. തന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോണേളാ. ഒറ്റൊരുത്തനെ ഈ കുടുംബത്താണ്ട് വരുത്. അയാളൊരു കുപ്പി ഇറങ്ങി പോണോ? പാപ്പൻ പോവാ? ഓടാ പറ്റി. ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് മാത്രം. ആടി ഇതൊട്ട് പരിപാടിയാടാ കൗട്ടസ് കാണിച്ചേ. ഒന്നില്ലെങ്കിലും നമ്മുടെ വിനുവിൻ്റെ പെങ്ങളല്ലടാ. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോലെ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയ. നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ, ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. മക്കളെ 100 രൂപ ഞാനോടാടാ, എനിക്കൊരു വര കൊണ്ടടാ. പിന്നെ വരീന്ന് പറയാ കൊണ്ടടാ.